രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്രത്തെ വിമർശിച്ച് ഹൈക്കോടതി. 2016-17 കാലത്തെ എയർ ലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോഴാണോ ഈടാക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. വയനാട് പുനരധിവാസത്തിന് സഹായം ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര നിലപാട് അത്ഭുതപ്പെടുത്തിയെന്ന് വിമർശനം. കേന്ദ്രത്തിന് കണക്ക് നൽകിയെന്ന് കേരളം. സഭാ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വൈദികർക്കെതിരെ നടപടി. ചുമതലകളിൽ നിന്ന് മാറ്റിയത് അംഗീകരിക്കില്ലെന്ന് വിമതപക്ഷം. മാർപ്പാപ്പയുടെ ഉത്തരവ് ലംഘിച്ചതിൽ കൂടുതൽ നടപടിക്കായി സഭാ കോടതി രൂപീകരിക്കും. ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് തോമസ് കെ തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചതുകൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ പുതിയ തന്ത്രവുമായി എ.കെ. ശശീന്ദ്രൻ. പകരം മന്ത്രി ഇല്ലെങ്കിൽ രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം മുഖ്യമന്ത്രിയെ ധിക്കരിക്കലാകുമെന്ന് പുതിയ ന്യായം. കാത്തിരിപ്പ് നീളുന്നതിൽ നിരാശനായി തോമസ് കെ തോമസ്. ഞാൻ കാണുന്നുണ്ട്, അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ച് കാണുന്നു, ഉടനെ തന്നെ കാണുന്നുണ്ട്. എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകാം. പെൺമക്കളുടെ എതിർപ്പ് ഹൈക്കോടതി തള്ളി. മതാചാരപ്രകാരം സംസ്കരിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആശാ ലോറൻസ്. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ നിക്ഷേപിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ആശുപത്രി മാലിന്യം കൊണ്ടുപോകുന്നത് 2 ഏജൻസികളെന്ന് മന്ത്രി. തിരുനെൽവേലിയിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ന്യൂസ് 18. കാനഡയിൽ ഉപപ്രധാനമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ ജസ്റ്റിൻ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ശക്തം. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം ജഗ്മീത് സിംഗ്. ഹൗസ് ഓഫ് കോമൺസിലെ 153 ലിബറൽ എംപിമാരിൽ 60 പേരിൽ നിന്ന് ട്രൂഡോയ്ക്ക് എതിർപ്പ്. പൊതുനിരത്തുകളിലെ ഫ്ലക്സ് മാറ്റാൻ ഇന്ന് അവസാന ദിവസം. തദ്ദേശ സെക്രട്ടറിമാർക്കെതിരെ നടപടി വരും. സർക്കാർ നീക്കം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്.